ഞാൻ കുറച്ച് മുമ്പ് ഇങ്ങനെ കോണ്ടൻറ്റ് എന്ത് ചെയ്യണം നോക്കി അടുത്ത വീഡിയോസ് ഇങ്ങനെ നോക്കിയപ്പോഴാണ് നമ്മുടെ ഹൈദർബായിൻ്റെ പുതിയ ചാനലിലൊരു വീഡിയോ കണ്ടത് 1-2 ടോക്സ്. അതിലാണ് ബിബിൻ ജോർജ് ഗുമസ്തൻ മൂവിയുടെ ടീം കോളേജിലെ ഒരു ഫങ്ഷന് വേണ്ടി പോയ സമയത്ത് അവിടുത്തെ പ്രിൻസിപ്പാൾ MES കോളേജ് വളാഞ്ചേരി അവിടുത്തെ പ്രിൻസിപ്പാൾ അപമര്യാദയായിട്ട് പെരുമാറി ബിബിൻ ജോർജിനെ സ്റ്റേജിൽ നിന്ന് ഇറക്കി വിട്ടൊരു സംഭവം കാണാനിടയായി. അപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് കത്തിയത് ഈ അടുത്ത് ഓർമ്മ ഉണ്ടല്ലോ, നമ്മുടെ പാട്ടുകാരൻ ജാസി ഗിഫ്റ്റിനെ വളരെ മോശമായ രീതിയിൽ ഇറക്കി വിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു. അത് ഭയങ്കര വിവാദമായിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചത് എന്തോന്നടേ കോളേജ് പ്രോഗ്രാമിന് ഈ ആളുകളെ, സിനിമാ നടന്മാർ, ആർട്ടിസ്റ്റുകളെ, പാട്ടുകാരനോ ഡാൻസുകാരനോ സിനിമാ നടനോ ആരും ആയിക്കോട്ടെ, ഇങ്ങനത്തെ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഈ കോളേജ് യൂണിയനും കുട്ടികളും വിളിച്ചു വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെന്തായി, ഇവിടെയുള്ള സാറുമാർക്ക് അതൊരു ഭയങ്കര വലിയ ഇഷ്യൂ ആയിട്ട് മാറും. എന്നിട്ട് ഇതിനിടയിൽ കിടന്നിട്ട് ഈ പാവം ഇവിടെ വരുന്ന ഈ കലാകാരന്മാർ അനുഭവിക്കണം, ഈ അപമാനം അവർ സഹിക്കണം. ഇതാണ് ഇവിടുത്തെ ഒരു അവസ്ഥ. അപ്പോൾ ജാസി ഗിഫ്റ്റിനുണ്ടായ ആ ഒരു ഇഷ്യൂ മലയാളികളൊക്കെ കണ്ടതാണ്. ഇപ്പോൾ അതാ എഗെയിൻ സിനിമാ പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് MES കോളേജ് വളാഞ്ചേരിയിൽ പോയ ഗുമസ്തൻ ടീമിന്, അതിൽ തന്നെ ബിബിൻ ജോർജിന് ഭയങ്കര മോശമായിട്ടുള്ളൊരു അനുഭവം പ്രിൻസിപ്പളിൻ്റെ അടുത്തുണ്ടായി. അതിൻ്റെ വിഷ്വൽ ഞാനിവിടെ പ്ലേ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ കാണുന്ന വിഷ്വൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പാടാൻ വേണ്ടിയിട്ട് ബിബിൻ ജോർജ് അത്യാവശ്യം പാടും ചെയ്യും, അറിയാലോ. ബിബിൻ ജോർജിനോട് റിക്വസ്റ്റ് കൊടുത്തതാണ് കുട്ടികൾ പാടാൻ വേണ്ടിയിട്ട്. ബിബിൻ ജോർജ് അപ്പോൾ അവിടുന്ന് മൈക്കൊക്കെ എടുത്തു പാടാൻ റെഡിയായ സമയത്ത് പ്രിൻസിപ്പാൾ വന്നിട്ട് മറ്റേ സ്കീം പരിപാടി നടക്കൂല എന്നുള്ള സ്കീമിൽ സംസാരിക്കാനുണ്ടായെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിനുശേഷം ബിബിൻ ജോർജ് ഭയങ്കര സങ്കടത്തിൽ സ്റ്റേജിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. വേറെ ഒന്നും പറയേണ്ട, ഇത് പറഞ്ഞോളാനാണ് പറഞ്ഞത്, അത് പറഞ്ഞു. എന്തായാലും സന്തോഷം. താങ്ക് യു വെരി മച്ച്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കോളേജിൽ വന്നിട്ട് ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുന്നത്. സന്തോഷം. ഓക്കെ, അതായത് നിങ്ങൾ എന്തിനാണോ വന്നത്, സിനിമേൻ്റെ പ്രൊമോഷൻ ആണെങ്കിൽ നിങ്ങൾ അത് ചെയ്യുക, പാട്ട് പാടണ്ടെന്ന് പറഞ്ഞു തോന്നുന്നു. അതാണ് ബിബിൻ ജോർജ് ഇപ്പോൾ പറഞ്ഞത്. നിങ്ങൾ എന്തിനാണോ വന്നത് അത് പറയുക, വേറെ ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു കോളേജിൽ വന്നിട്ടൊരു അനുഭവം ഉണ്ടായി എന്നുള്ളത് വളരെ സങ്കടത്തോടു കൂടി ബിബിൻ ജോർജ് പറയുന്നുണ്ട്. ഇതിനുശേഷം ബസ്സിലേക്ക് കയറി ബിബിൻ ജോർജിനെ കുട്ടികൾ തിരിച്ചു വിളിക്കുന്നുമുണ്ട്. ഒന്നും മനസ്സിലാക്കണ്ട, ഒരു കുഴപ്പമില്ലടാ, പ്ലീസ് ഇല്ല, ഇനിയിപ്പോ കേറാനും പറ്റില്ല. എടാ എനിക്ക് ഇനി എന്നെ കൊണ്ട് വയ്യ, ഇനി പറ്റില്ല, പ്ലീസ് വണ്ടി കിട്ടോ. ഇല്ല വണ്ടി കിട്ടോ, അത് വെള്ളടച്ചോ, ഇനി നിക്കല്ലേട്ടാ, വയ്യടാ, ഇനി മുകളിലോട്ട് കേറാനൊന്നും പറ്റില്ലടാ, കാല് വയ്യാന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇതാണ് ബസ്സിനകത്തുനിന്ന് കുട്ടികൾ രണ്ടാമത് വന്നിട്ട് വിളിച്ചതാണ് ബിബിൻ ജോർജിനെ. ആ ഒരു സങ്കടത്തിൽ അവരെന്താണെങ്കിലും ആ ടീം മൊത്തം, ഗുമസ്താൻ്റെ ടീം മൊത്തം അവിടുന്ന് പോയി. ബിബിൻ ജോർജ് അടക്കം എല്ലാവരും അവിടുന്ന് റിട്ടേൺ അടിക്കുമ്പോൾ കുട്ടികൾ വന്ന് വിളിച്ചു. ഓബിയസ്ലി അവിടുന്ന് അപമാനിതനായി ഇറങ്ങുന്ന സമയത്ത് അവർ എൻ്റയർ ടീമിനും ബിബിൻ ജോർജിനൊക്കെ ഒരു സങ്കടം മനസ്സിൽ കാണുമല്ലോ. പിന്നെ മാത്രമല്ല, ഇനി തിരിച്ച് കയറാൻ വയ്യാന്ന് പറയുന്നുണ്ട് ബിബിൻ ജോർജ്, കാരണം ഇനി സ്റ്റെപ്പ് കയറി അത്രയും മുകളിൽ പോകാൻ വയ്യാന്ന് പറയുന്നുണ്ട്. അപ്പം എന്താണെങ്കിലും ഇങ്ങനത്തെ പരിപാടികൾ, ഇതൊരു കുട്ടികൾ കേട്ടോ, കുട്ടികൾ ഇതിന് നല്ല രീതിയിൽ പ്രൊട്ടസ്റ്റ് ചെയ്തിട്ടുണ്ട്. അവരൊരു പോസ്റ്റൊക്കെ ഇട്ടതിൽ പറയുന്നത്, ഈ 2023-24 യുഗ കോളേജ് യൂണിയൻ പരിപാടിക്കാണ് ഈ ഗുമസ്തൻ ടീമിനെ വിളിച്ചത്. അപ്പോൾ ഇതിൻ്റെ മാനേജ്മെൻറ്റ് അപമാനിച്ച് വിട്ട കാര്യം ഈ സിനിമാ ടീമിനെ, പ്രത്യേകിച്ച് ബിബിൻ ജോർജിനെ, പിന്നെ ഈ പറഞ്ഞ അധ്യാപകർ അവിടെ ഈ ഒരു കാലഘട്ടത്തിൽ അറിയാം, ആണും പെണ്ണും ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കര സീനുള്ള കുറച്ച് ആളുകളുണ്ട്. ഓക്കെ, ഞാൻ എല്ലാവരെയും പറയുന്നത് കുറച്ച് പേർക്ക് ഉണ്ട് അങ്ങനത്തെ പരിപാടികൾ. ഓക്കെ, 40 വർഷത്തെ കോളേജിൻ്റെ പാരമ്പര്യം പോവുക, ആണും പെണ്ണും ഒപ്പം ഡാൻസ് കളിച്ചാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇവൻറ്റ് സംഘടിപ്പിച്ചാൽ അതിന് ഈ പറഞ്ഞ പോലെ ഗസ്റ്റിനെ വിളിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇവൻറ്റിന് പെർമിഷൻ കൊടുക്കാതിരിക്കുക, അങ്ങനത്തെ എല്ലാം എന്താ പറയുക, ആധുനികമായ പരിപാടികൾ ആ കോളേജിൻ്റെ മാനേജ്മെൻറ്റ് ചെയ്ത് കൂട്ടുന്നുണ്ട്. ഓക്കെ, അവരിതിൽ കുറച്ച് ആളുകളുടെ പേരൊക്കെ പറഞ്ഞ്, ഓക്കെ, വൈസ് പ്രിൻസിപ്പാളിൻ്റെ പേരൊക്കെ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കുട്ടികൾ.
എന്താണെങ്കിലും അവർ സിനിമാക്കാരോട് ഈ കാണിച്ച പരിപാടിക്കൊരു പ്രൊട്ടസ്റ്റൊക്കെ തിരിച്ച് കോളേജിൽ ചെയ്തിരുന്നു. അതിൻ്റെ വിഷ്വൽസൊക്കെ ഞാനവിടെ സൈഡിൽ വയ്ക്കുന്നുണ്ട്. എന്തൊക്കെയാണെങ്കിലും ആദ്യം ഒരു കാര്യം പറയട്ടെ, ഗസ്റ്റായിട്ട് വരുന്ന ആളെ ഒന്ന് റെസ്പെക്റ്റ് കൊടുക്കുക. അതാരാണെങ്കിലും റെസ്പെക്റ്റ് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കോളേജിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഈ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. പാട്ട് പാടരുത്, മിമിക്രി കാണിക്കരുത്, ഒന്നും ചെയ്യരുത്, വന്ന പണിയെടുത്തോട്ട് പോകണം. അതായത് കുട്ടികളെ കണ്ടു ടാറ്റു കൊടുത്ത് പോകണം എന്നാണെങ്കിൽ ദയവ് ചെയ്തത് കുട്ടികൾ അറിയിക്കുക. ഓക്കെ, സ്റ്റുഡൻസ് യൂണിയൻ ആരാവും ഈ വിളിച്ചു കൊണ്ടുവരുന്നത്. അപ്പോൾ അവർ ലാസ്റ്റ് തേഞ്ഞു പോകേണ്ട അവസ്ഥയാണ്. പിന്നെ ഇപ്പോൾ ബിപിൻ ജോർജിന് ഒരു ഇൻ്റർവ്യൂവിൽ പ്രസ് മീറ്റിൻ്റെ സമയത്ത് ഇതിനെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചത് ഇങ്ങനത്തെ ഒരു ഇതെനിക്ക് തോന്നുന്നത് റിലീസിന് മുമ്പായിരിക്കണം. മേ ബി ഇതിപ്പോഴാണ് പുറത്ത് വരുന്നത്. ഗുമസ്ത ഇറങ്ങിയിട്ടിപ്പോൾ ആഴ്ച കഴിഞ്ഞു. ഇതുവരെയ്ക്ക് പ്രൊമോഷൻ യൂസ് ചെയ്തിരുന്നുണ്ടെങ്കിൽ പടത്തിന് ഒന്നും കൂടി ഹൈപ്പായിരുന്നു. പക്ഷെ അവരതുപോലും ചെയ്തില്ല. ബിപിൻ ജോർജ് പറഞ്ഞത് ഇത് ഒന്നും പറയണ്ട, കാരണം ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ പ്രിൻസിപ്പാളിനെതിരെ ആകെ പ്രശ്നമായിരിക്കില്ലേ. ഇതാരും പ്രശ്നം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടല്ല, പക്ഷെ ചെയ്യാൻ പാടില്ല. ഓക്കെ, ചെയ്യാൻ പാടില്ല, അത്രേ ഉള്ളൂ. സംഗതി ചെയ്യാൻ പാടില്ല. കാരണം ഒരു ഗസ്റ്റായിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഗസ്റ്റിന് തന്നെ ഭയങ്കര നമ്മളെവിടെയെങ്കിലും ഗസ്റ്റായിട്ട് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. നമ്മൾ ആ സന്തോഷമായിട്ടുള്ള മെൻറ്റാലിറ്റി പോയി നിൽക്കുന്ന സമയത്ത് നമ്മളെ അപമാനിച്ച് വിട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ടാണ് ബിപിൻ ജോർജിന് അവിടുന്ന് ആ സങ്കടം പറയേണ്ട ഒരു അവസ്ഥ വന്നത് ആ സ്റ്റേജിൽ നിന്ന്. ഒരു കോളേജിൽ നിന്ന് എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല എന്നുള്ളത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ബിപിൻ ജോർജിൻ്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഞാൻ അവിടെ വെക്കാം. പ്രസ് മീറ്റിൽ ബിപിൻ ജോർജ് പറഞ്ഞതാണ്. അത് ചോദിക്കാൻ പറ്റിയില്ല, പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് സങ്കടം വന്നിരുന്നു നമുക്ക്. എന്താണെന്ന് വിശദീകരിക്കാമോ, എന്താ പറ്റിയത്? സത്യം പറഞ്ഞാൽ വിശദീകരിക്കേണ്ടത് തന്നെയാണ്. കാരണം അത് എപ്പോഴും ഇവിടെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുള്ള എന്താണ്, എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് വരും, നമ്മളത് അതിനെപ്പറ്റി പറയും. കുറെ ആളുകൾ ആ പുള്ളിയുടെ വീട്ടുകാരടക്കം തെറി പറയും, കുറെ ഇത് പറയും. പിന്നെ അതിന്റെ പുറകിൽ വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും. ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ കുമസ്തന് അധികം വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ്. പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല. അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകളയും. ഒരു കലാകാരന്മാരെ സംബന്ധിച്ച് അത് ചെയ്യേണ്ട ഒരു കാര്യമില്ലേ? അങ്ങനെയാണ്. പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല. എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത്. നമ്മളത് വലിയ ഇഷ്യൂ ആക്കേണ്ട കാര്യമില്ല. സത്യമായിട്ട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച്, ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു, സ്റ്റേജിൽ നിന്ന് ഇറങ്ങി പോകുന്ന വിഷമിച്ചാണ്. പക്ഷെ അത് ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ്. നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കുറെ ചീത്താളം മേടിച്ചെടുത്തുന്ന കാര്യം അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് അത് വലിയ കത്തിക്കാൻ കേട്ടോ. എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു, ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പക്ഷെ ഞങ്ങൾ മനഃപൂർവ്വം കത്തിക്കാനാണ്. അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ. കാരണം എന്തിനാണ് എനിക്ക് മനസ്സിലായി, ഇനി വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ, അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത്. ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്നത് നമ്മൾ വിദ്യാലയങ്ങളിൽ നിന്നാണ് ചോദിച്ചത്. ആ സ്ഥലത്ത് നിന്നാണ് ഇത്തരം നേരിടേണ്ടി വന്നത്. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ അദ്ദേഹം അത് തിരുത്തിയിട്ടുണ്ടാവണം. കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു. സത്യമായിട്ട് അത് വഷളാക്കണ്ട, അതുകൊണ്ട് പറയേണ്ടത് തന്നെ വിചാരിച്ചിട്ടാണ്. അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പോക്കി. ഭയങ്കര മെച്ചുവറായ നല്ല അടിപൊളി റിപ്ലൈ ആണ് ബിപിൻ ജോർജ് കൊടുത്തത്. ഓക്കെ, അപ്പോൾ എന്താണെങ്കിലും ഞാൻ പറഞ്ഞ കമൻറ്റ് ചെയ്യുന്നവരൊക്കെ ഈ ഒരു സാധനം കീപ്പ് ചെയ്യുക. അതായത് ചെയ്തത് അങ്ങേര് ചെയ്തു. ഓക്കെ, പ്രിൻസിപ്പാൾ കാണിച്ചു. ഇനിയിപ്പോൾ അയാളെ പോയി ഇത്ര വിളിച്ച് ചീത്ത പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമൊന്നുമില്ല. ബിപിൻ ജോർജ് പറഞ്ഞ പോലെ തന്നെ ഇതിപ്പോൾ ഞാനാണെങ്കിലും ഇത് എടുത്തു വെച്ച് ചെയ്യാൻ കാരണം എനിക്കൊന്ന് ഹൈദരാബാദ് ഇത് എടുത്തു വെച്ച് ഇതിപ്പോൾ കുറച്ച് ആൾക്കാർ ചെയ്യാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് റിപ്പീറ്റ് ചെയ്യരുതല്ലേ. കലാകാരന്മാരെന്ന് പറയുമ്പോൾ അവരെ വിളിച്ചുകൊണ്ടെന്ന് തീരെ റെസ്പെക്റ്റ് ഇല്ലാത്ത പരിപാടി കാണുകയാണെങ്കിൽ വിളിക്കരുത്, മനസ്സിലായോ? ഇത് പിള്ളേരെ അടക്കം വളരെ മോശമാക്കിയ രീതിയിൽ എന്തിനാണ് കുറച്ച് സാറുമാരും കുറച്ച് ടീച്ചർമാർക്കും ഇങ്ങനത്തെ ഒരു കലാകാരന്മാരെ കാണുമ്പോഴോ അല്ലെങ്കിൽ അവർ വന്നിട്ട് എന്ത് പേടിയാണോ? എനിക്കറിയില്ല ഇത് എന്താണെന്നുള്ളത്. ഇതിൻ്റെ ആവശ്യം എനിക്കില്ല. നിങ്ങൾക്ക് വേണ്ടാന്നാണെങ്കിൽ നിങ്ങൾ കുട്ടികളോട് ആദ്യം പറഞ്ഞ് ഒഴിവാക്കിക്കുക. അത് വന്ന് കയറിയതിന് ശേഷം അപമാനിക്കുന്ന പരിപാടി ദയവേത് കാണിക്കാതിരിക്കുക. ഇതിപ്പോൾ കുറച്ച് വട്ടമായി ഇത് പലരോടായിട്ട്, പല കോളേജിലെ പല പ്രിൻസിപ്പളും ബാക്കിയുള്ളവരും കാണിക്കാൻ തുടങ്ങിയിട്ട്. ദയവേത് ചെയ്യാതിരിക്കുക. ഓക്കെ, അതൊരു ഭയങ്കരമായിട്ട് ഹേർട്ടാവും. ആൻഡ് ഇവരുടെ ടീമിനൊരു ഭയങ്കര കയ്യേടിയിട്ടാണ്. കാരണം അവർ ഈ സാധാരണ ഇങ്ങനത്തെ എന്തെങ്കിലും ഇൻസിഡൻറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഭയങ്കര അതിഭീകരമായിട്ടുള്ള അഗ്രസീവ് പ്രൊമോഷനിലേക്ക് കൊണ്ടുപോകും. പക്ഷെ ഇവരതൊന്നും ചെയ്തില്ല. ഓക്കെ, ബിപിൻ ജോർജ് തന്നെ പറയുന്നുണ്ട് അങ്ങനെ ഒരു പ്രൊമോഷൻ ആവശ്യം നമുക്കില്ല. സിനിമ അടിപൊളിയാണെങ്കിൽ ഓടും,
ഇങ്ങനെ അഗ്രസീവ് സാധനം വേണ്ട, ഈ ഒരു സാധനം ഒന്നും പ്രൊമോഷൻ ആക്കണ്ട എന്നുള്ള അതൊരു ഭയങ്കര സംഭവമായിരിക്കും, ഭയങ്കര മെച്ചുവർ സാധനം, ഒരു ഭയങ്കര വേറിട്ട് നിന്നു, അതിന് ഭയങ്കര ഒരു കൈയടി.